എന്തുവാണ് ഈ ധർമ്മം എന്ന് പറയുന്നതിൻ്റെ അകത്ത്? ധർമ്മം എന്ന് പറഞ്ഞത് ഡ്യൂട്ടി എന്നാണ് അവർ വ്യാഖ്യാനിക്കുന്നത്, ഉത്തരവാദിത്വം. അതായത് അതിൽ തന്നെയാണ് ഈ സത്യത്തിൽ മറ്റേ കാസ്റ്റിസം നിലനിൽക്കുക. ബ്രാഹ്മണന്റെ ഡ്യൂട്ടി അദ്ദേഹം ഈ പൗരോഹിത്യം കൈകാര്യം ചെയ്യുക, ക്ഷത്രം അല്ലെങ്കിൽ ആയുധങ്ങൾ കൊണ്ടുള്ള ഏർപ്പാടുകൾ, വാറ് അത് കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ ഭരിക്കുക, പൊളിറ്റിക്സ് കൈകാര്യം ചെയ്യുക. ആർക്ക് വേണ്ടി വേണം? ഇത് ബ്രാഹ്മണന് വേണ്ടിയാണ്. കാരണം ഭൂമി എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണന്റെയാണ്, നമുക്കാർക്കും ഭൂമിയില്ല. 1869 ശരിക്കും ഒരു ആധാരം പോലും നമ്മുടെ നാട്ടിൽ നടക്കുന്നു, നിയമപരമായ ഒരു ആധാരം. അതുവഴിയുള്ള ഭൂമി ദേവസ്വമെന്നും ബ്രഹ്മസ്വം എന്നും അറിയപ്പെടും. ദേവസ്വം, ബ്രഹ്മസ്വം, പിന്നെ ഒന്നുകൂടെ പണ്ടാരവക. 3 തരത്തിലാണ് ഭൂമി അറിയപ്പെട്ടത്. അപ്പൊ ആദ്യത്തെ ഭൂമി ദേവന്റെയാണ്. പക്ഷെ ദേവന്റെ ഒരു പ്രശ്നമാണ്, പ്രായം വർദ്ധിക്കില്ല, മൈനറാണ്. അതുകൊണ്ട് ദേവന്റെ പേട്ടനായിട്ടാണ് ശരിക്കും നമ്മുടെ തന്ത്രിമാര്, മേൽശാന്തി എന്നൊക്കെ പറഞ്ഞ കക്ഷികൾ പേട്ടനാണ്. അല്ലെങ്കിൽ നാട്ടിലെ ജില്ലാ മജിസ്ട്രേറ്റ് ആണ് ഈ ദേവന്റെ സ്വത്ത്, എന്റെ കസ്റ്റോഡിയൻ. ഇങ്ങനെയാണ് നമ്മൾ ഇപ്പോഴും നിലനിൽക്കുന്നത്. അയ്യപ്പന്റെ പേരിൽ നമുക്ക് സ്ഥലം ഇപ്പൊ രജിസ്റ്റർ ചെയ്യാം. ഒരു മിത്തിന്റെ പേര് ഏതൊരു ദേവന്റെ പേരിൽ സ്ഥലം രജിസ്റ്റർ ചെയ്യാം. എന്റെ കസ്റ്റോഡിയൻ ജില്ലാ കളക്ടറാണ്. കാരണം ദേവന് പ്രായം വർദ്ധിക്കില്ല, ആ ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ ഈ ഭൂമിയെ, ഇത്തരം ഭൂമികളെ വിളിച്ചത് ദേവസ്വം. ഇനിയും ബ്രഹ്മസ്വം ഉണ്ട്. ബ്രഹ്മസ്വം എന്ന് പറഞ്ഞാൽ പൂജ ചെയ്യുന്ന ആളുകൾക്ക് ക്ഷേത്ര പരിസരവുമായി ബന്ധപ്പെട്ട് ജീവിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അവർക്കും ഭൂമി. അപ്പം ബ്രാഹ്മണർക്ക് ഭൂമിയുണ്ട്. രാജാവിന്റെ ഭൂമിയെ, ബാക്കി വരുന്ന ഭൂമിയെ വിളിച്ചു പണ്ടാരപ്പാട്ടവക. പണ്ടാരം, അതാണ് ഫണ്ടാരം. അതത് ശരിയായി ഉച്ചരിക്കാനുള്ള അറിവൊന്നും നമ്മുടെ രാജാക്കന്മാർക്കന്നില്ല. കവിതയൊക്കെ പാടുമെങ്കിലും ഭാഷ വളരെ പൈതൃകമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അക്കൂടെ തമാശ എന്നുള്ള പറയാ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയാൻ അറിയത്തില്ല എന്നിട്ട് ഇംഗ്രീച്ച് കുമ്പഞ്ചി എന്നാണ് പറഞ്ഞത്. ഇംഗ്രീച്ച് കുമ്പഞ്ചി, അത് വേലുത്തള്ളികളുടെ പ്രഖ്യാപനങ്ങളിലെല്ലാം കിടക്കുന്ന ഇംഗ്രീച്ച് കുമ്പഞ്ചി എന്നാണ്. ഒരാൾ കുമ്പഞ്ചി എന്നും പറഞ്ഞു, ഒരാൾ കുമ്പഞ്ചി എന്നും പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെയാണ് ഈ പറയുന്ന ഭണ്ഡാരം എന്ന പദപ്രയോഗം. അപ്പോൾ ഭണ്ഡാരവക ഭൂമി, ദേവസ്വം ഭൂമി, ബ്രഹ്മസ്വം ഭൂമി, ഇതൊക്കെ കേണൽ മൺറോ കേരളത്തിലെത്തിയ ശേഷമാണ് ഭൂമിയുടെ ഉടമസ്ഥാവകാശം എല്ലാ മനുഷ്യരിലേക്കും എത്തുന്നത്. അപ്പോൾ ബ്രാഹ്മണന്റെ കയ്യിൽ വേദങ്ങളുണ്ട്, ഭൂമിയുണ്ട്, അവർ പറഞ്ഞാൽ കേൾക്കുന്ന ക്ഷത്രിയരുണ്ട്, അവര് യുദ്ധം ചെയ്യുന്നു. ബാക്കി കേരളത്തിൽ മാത്രം വൈശ്യരില്ല. വൈശ്യത സ്ഥാനത്തേക്ക് കച്ചവടക്കാരെയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ശൂദ്രരാണ്, ശൂദ്രർക്ക് താഴെയാണ് അൺടച്ചബിൾസ് വരുന്നത്. അൺടച്ചബിൾസ് വലിയൊരു ജനാവലിയാണ്. അവരാണ് ശരിക്കും അധ്വാനം കൊടുത്തുകൊണ്ട് ഭൂമിയെ സമ്പന്നമാക്കുന്നത്. പക്ഷെ ആ ഭൂമിയിലൊന്നും അവർക്ക് ഉടമസ്ഥാവകാശമില്ല. ഈ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നത് കൊണ്ട്, ഇവരുടെ ഇത്രയും സോഴ്സസ് ഉള്ളത് കൊണ്ട് അവർക്ക് അനായാസേന ഒരു സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്.